ഒളിച്ചോട്ടം സ്റ്റാർ വൺ ആൻഡ് ഓൺലി അനശ്വര രാജൻ. സോ ആളുടെ അടുത്തൊരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ആൾക്ക് ഒളിച്ചോട്ടം സ്റ്റാർ എന്നുള്ളത് ഞാൻ ഇട്ടുകൊടുത്ത പേരൊന്നല്ല, ആളുടെ ഒരുവിധം പടത്തിൽ എല്ലാം ഒളിച്ചോട്ടമാണ്. ഇന്ദ്രജിത്തിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഒളിച്ചോട്ടമാണ്. പൈങ്കിളി സിനിമയിലും ഒളിച്ചോട്ടമാണ്. പിന്നെ അർജുൻ അശോകന്റെ ഏതൊരു പടം ഉണ്ട്, ആ പടം ഞാൻ കണ്ടിട്ടില്ല, അത് OTT ഇറങ്ങിയിട്ടില്ല. സോ അതിൽ ഒളിച്ചോട്ടമാണെന്നാണ് കരക്കമ്പി. സോ അനശ്വര രാജനും അതേപോലെ തന്നെ കീർത്തി സുരേഷും തമ്മിലൊരു WWE ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലേഡി ബോംബ് സ്റ്റാർ ടൈറ്റിലിന് വേണ്ടിയിട്ട്. അത് കിട്ടിയോ ഇല്ലേന്ന് ഞാൻ പറയാം. സിനിമയുടെ പേര് ചാമ്പ്യൻ, നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു തെലുങ്ക് സിനിമയാണ്, എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാലും ഹൈദരാബാദിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഹൈദരാബാദ് പാകിസ്ഥാൻ പറയും പാകിസ്ഥാന് വേണമെന്ന്, അതേപോലെ തന്നെ ഇന്ത്യ പറയും ഇന്ത്യക്ക് വേണമെന്ന്. അപ്പൊ ഒരു പ്രൈവറ്റ് ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഉണ്ട്, റസാക്കേഴ്സ് അങ്ങനെ എന്തോ പേര്. അവര് വന്നിട്ട് ഈ വില്ലേജസ് ഒക്കെ ആക്രമിക്കുക. അപ്പൊ അവർക്കെതിരെ നിന്ന ഒരു വില്ലേജിന്റെ കഥ പറയുന്ന സിനിമയാണ് ചാമ്പ്യൻ. ആദ്യം അനശ്വര രാജന്റെ കാര്യം തന്നെ പറയണം. കൊച്ചെന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് പ്ലസ് മലയാളം ഈസ് ഈക്വൽ ടു തെലുങ്കാളം. ഇതിലും ഭേദം വേറെ പലരും ഡബ് ചെയ്താൽ പോരെ. ആ കൊച്ചിന്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ് ടൈറ്റിൽ വേണ്ട. ആ പൂച്ചക്കണ്ണനെ ഇങ്ങോട്ട് വിളി, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതന്നെ ആയിരിക്കും. അയ്യേ, ഗുഡ്നസ് വാരിയറിയിലാണ്. സിനിമ ഏകദേശം 2.25 മണിക്കൂറുണ്ട്. ഒരു ഹിസ്റ്റോറിക് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1 മണിക്കൂർ എന്തോ ആവുമ്പോഴാണ് ചേച്ചി വരുന്നത്. ചേച്ചി വന്നതും പടത്തിന്റെ ജോണറേ അങ്ങോട്ട് മാറി. കോമാളിത്തരം, ഗുഡ്നസ്, തെലുങ്കാളം. അയ്യേ, അനശ്വര ഒരിക്കലും ഒരു മോശം ആക്ടർ അല്ല. അനശ്വര എന്താണ് ഏതാണ് എന്നൊക്കെ നേര് രേഖാചിത്രമൊക്കെ കണ്ട് നമുക്കറിയാം. പക്ഷേ ഇത് ഒരു ജാതി വെറുപ്പിക്കില്ല. ഇത് വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സീറോ ഇമോഷണൽ കണക്ഷൻ.